സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. നമഃ ശിവായ വാഴ്ക, நாதன் தாழ் வாழ்க. இமைப்பொழுதும் என் நெஞ்சில் நீங்காதான் தாழ் வாழ்க. கோகழியாண்ட குருமனிதன் தாழ் வாழ்க. ஆகமம் ஆகி நின்று அன்னிப்பான் தாழ் வாழ்க. ஏகன் அநேகன் இறைவனடி வாழ்க. ഭഗവാൻ പഞ്ചാക്ഷരമാകുന്ന മാർഗത്തിൻ്റെ ലക്ഷ്യമാകുന്നു. ആ മാർഗത്തെ എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാം? സാധനാഭക്തിയിലൂടെ അറ്റൈൻ ചെയ്യാം. ശാശ്വതമായ പൊരുളിനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി എന്ന് പറയുന്നത്. നിത്യമായിട്ടുള്ള പൊരുളിനെ ആരനുസന്ധാനം ചെയ്യണോ അവനാണ് ഭക്തൻ. വേറെ എന്തൊക്കെ പൊരുൾ വന്നാലും, അനിത്യമായിട്ട് പല വസ്തുക്കളെ കണ്ടാലും അതിലേക്കൊന്നും മനസ്സിനെ തിരിക്കാതെ നിത്യമായ വസ്തുവിനെ മാത്രം ആശ്രയിച്ച് ആരിയ്ക്കണോ അവനാണ് വാസ്തവത്തില് സാധനാഭക്തിയിലിരിക്കുന്നത്. അങ്ങനെയുള്ള സാധനയ്ക്ക് ഫലമാണ് ഭഗവാൻ. അങ്ങനെയുള്ള സാധനയ്ക്ക് വഴിയൊരുക്കണത് സദ്ഗുരുവാണ്. ആ സദ്ഗുരു എന്ത് ചെയ്യണു? ഈ സംസാര ദുഃഖത്തിൽ നിന്നും നമ്മളെ കരകയറ്റും. ജാഗ്രത് ഒരു ദുഃഖം. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാന്തിയൊന്നുമില്ല. എന്തൊക്കെയോ ശാന്തിക്ക് വേണ്ടി നേടാൻ ശ്രമിക്കണം. അല്പ സുഖങ്ങൾ നമുക്ക് ഇന്ദ്രിയം വഴി കിട്ടുന്നുണ്ട്. കുറച്ചായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ലിമിറ്റഡ് ആണ്. കുറച്ചു നേരം നിന്നിട്ട് മറഞ്ഞു പോകും. എക്സ്പെക്ടേഷൻ നമ്മൾ വീണ്ടും ഒരിടത്ത് കൊണ്ട് നിർത്തണു. അതിലെന്തോ ചെറിയ ഒരു ലാഭം കിട്ടണു. വീണ്ടും ആ സ്ഥിതി മാറിപ്പോകും. അങ്ങനെ പരീക്ഷിച്ച് ഒരു ജീവൻ ലൗകികമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കി സുഖത്തിന് വേണ്ടി. ആ ലൗകികമായതിലൊന്നിനും പരിഹാരമില്ല എന്നറിഞ്ഞ് അധ്യാത്മം എന്ന വേഷം കെട്ടിയിട്ട്
നോക്കുമ്പോൾ ആദ്യം ലൗകികത്തിൽ എങ്ങനെയൊക്കെയോ സുഖം കിട്ടിയോ അതുപോലെ ഇതിലും കുറച്ച് സുഖം കിട്ടും. ഒരു സത്സംഗത്തിലിരിക്കുമ്പോൾ, ഒരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഇതിലും അല്പാൽപ സുഖം ഇരിക്കുന്നു. പക്ഷെ ശാശ്വതമായിട്ട് ശാന്തി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അധ്യാത്മമായിട്ടും സ്പിരിച്വാലിറ്റിയിലും എന്തൊക്കെയോ പരീക്ഷിച്ചു നോക്കണു, എന്തൊക്കെയോ ചെയ്തു നോക്കണു, കർമ്മം ചെയ്തു നോക്കണു, ജ്യോതിഷനെ കണ്ടു നോക്കണു. എല്ലാം കണ്ടിട്ട് അവസാനം ഇതിലൊന്നും പരിഹാരമില്ല എന്ന് കാണുമ്പോൾ സദ്ഗുരുവിന്റെ അടുത്തേക്ക് പോകും. ലോകത്തില് ഉള്ള ദുഃഖത്തിന് പരിഹാരം കണ്ടെത്തി ബ്രഹ്മനിഷ്ഠനായിരിക്കണ ഒരു സദ്ഗുരുവിന്റെ അടുത്തേക്ക് ഒരു ജീവൻ പോണു. ആ പോണ ടൈമിനെയാണ് നമ്മൾ അടുത്ത ജന്മം എന്ന് പറയുന്നത്. എപ്പോ സദ്ഗുരുവിനെ ഒരു ജീവൻ സദ്ഗുരുവുമായി സമ്പർക്കം ചെയ്യുമോ ആ ടൈമിനെയാണ് നമ്മള് പുനർജന്മം എന്ന് പറയുന്നത്. രണ്ടാം ജന്മം, ദ്വിജഹ, ബ്രാഹ്മണം എന്നർത്ഥം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. എല്ലാത്തിനെയും പരീക്ഷിച്ചു നോക്കി. ലോകത്തിൽ കാണണതില്ലേ, ലോക്യതേതി ലോകഃ, എന്തിനൊക്കെ കാണണോ അതിനൊക്കെ പരീക്ഷിച്ചു നോക്കി. ഇതിലൊന്നും ശാശ്വതമായ പരിഹാരമില്ല എന്ന് കാണുമ്പോൾ അറിഞ്ഞതിലൊന്നും പരിഹാരമില്ല എന്ന് കാണുമ്പോൾ നാസ്തി അകൃതകൃതേന, ഇനൊന്നും ചെയ്യാനില്ല, ഇനൊന്നും ചെയ്യാതെ ഇരിക്കല്. തത് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. അങ്ങനെ ഇരിക്കുമ്പോ ഏതോ അറിഞ്ഞ് ഒരു ശാന്തി നില കളയാതെ ഇരിക്കണ ഒരു ജീവൻ മുക്ത പുരുഷനെ കാണുമ്പോൾ, ഒരു ജ്ഞാനിയെ കാണുമ്പോൾ, ഒരു സന്യാസിയെ കാണുമ്പോൾ ഈ ജീവൻ അതിലേക്ക് ആകർഷിക്കണു. ഒന്നും ചെയ്യാതെ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ജീവൻ ആകർഷിച്ചു പോകും. എപ്പോ ആ ഗുരുവുമായിട്ട് സമ്പർക്കം ചെയ്യണോ പതുക്കെ പതുക്കെ ആ ജീവന്റെ കുറ്റങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി തീർക്കും. സത്സംഗം, ഗുരുവിന്റെ സമ്പർക്കം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗുരു ക്ലീൻ ചെയ്യണു നമ്മളെ കുറവുകളെ ഗുരു ഇല്ലാതാക്കുന്നു. എങ്ങനെ ഇല്ലാതാക്കുന്നു വെച്ചാൽ നമുക്ക് ഉള്ളിലുള്ള അഭിമാനത്തിലെ ഒരു നോട്ടം കൊണ്ട് പോലും ഗുരു അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അറിയണം എന്നൊരു അഭിമാനത്തോടു കൂടിയാണ് ഗുരുവിന്റെ അടുത്ത് പോണത്. ഗുരു എന്ത് ചെയ്യുന്നു വെച്ചാൽ അഭിമാനത്തിനെ മുഴുവൻ ഇല്ലാതാക്കുന്നു. അങ്ങനെ അഭിമാനത്തെ ഇല്ലാതാക്കിയാൽ ആ ഗുരു ആണ് നമുക്ക് അടുത്ത ജന്മം തരണത്. എന്താ ജന്മം? ബ്രഹ്മം. ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നു. കുരുമണിതൻ താഴ്വാഴ്ക. അങ്ങനെയുള്ള ഗുരുനാഥന്റെ പാദം വാഴട്ടെ. ഗുരുവിന്റെ പാദം എന്താ എന്ന് നമ്മൾ കണ്ടു. ഗുരുവിന്റെ പാദം ഈ ബ്രഹ്മവിദ്യയാണ്. എന്തിനാ ഗുരുവിന്റെ പാദം എന്ന് നമ്മൾ പറഞ്ഞത്? ഗുരു കടന്നുപോയ വഴി അധ്യാത്മത്തിലേക്കുള്ള വഴിയാണത്, ഈശ്വരനിലേക്കുള്ള വഴിയാണത്. ഏനൈവ യാതാ യതയോസ്യ പാരം തമൈവ മാർഗം തവ നിർദ്ദിശാമി. വിവേക ചൂടാമണിയിൽ ഒരു മന്ത്രം. യതികളെല്ലാം നടന്നുപോയിരിക്കണു. എങ്ങനെ നടന്നുപോയി? സംസാര സിന്ധോഹോ തരണോസ്തുപായ. സംസാര സിന്ധു, സംസാരമാകുന്ന കടലിനെ തരണം ചെയ്യാനുള്ള ഉപായമാണത്. അത് സ്വമേധയാ ചെയ്തില്ലെങ്കിൽ ഗുരു ചെയ്യിക്കും.
അതിനാണ് കോകഴി ആണ്ട്. കോകഴിയിൽ വെച്ച്, തിരുപ്പരന്തുറയിൽ വെച്ച് എന്നെ ശക്തമായി പിടികൂടി ഗുരു. അല്ലേ? ഗുരു ശക്തമായി പിടികൂടി. എന്തിനാ പിടികൂടിയത്? ഈ സംസാര ക്ലേശത്തിൽ നിന്നും. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഈ താപത്രയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഗുരുവിന് ഒരു നമസ്കാരം. ഈ ഗുരു എങ്ങനെയുള്ള ആളാ? ആഗമം ആയി നിன்று അണ്ണിപ്പാൻ താഴ്വാഴ്ക സദാശിവ സമാരംഭം. സദാശിവനിൽ നിന്നും ആരംഭിച്ചു. ആഗമം എവിടുന്ന? ആഗമം സദാശിവൻ. ആ സദാശിവനിൽ എവിടുന്ന ആരംഭം? ശിവത്തിന് എവിടുന്ന ആരംഭം ചോദിച്ചാൽ ശിവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല. തിരുവണ്ണാമലൈ, അരുണാചലം. ആ അരുണാചലത്തിന് ഒരു പുരാണത്തിലൊരു കഥ. വിഷ്ണുവും ബ്രഹ്മാവും ഇതിന്റെ അടിമുടി അറിയാൻ വേണ്ടി പോയി. രണ്ടുപേരും കൂടെ പന്തയം വെച്ചു. വിഷ്ണു പറഞ്ഞു, ഞാൻ ഭൂമിക്ക് അടിയിൽ വരാഹ രൂപത്തിൽ പോയിട്ട് ഇതിന്റെ ആഴം, ഡെപ്ത് എത്രയുണ്ടെന്ന് അറിയാം. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ അരയന്നത്തിന്റെ മേളിൽ കയറിയിട്ട് ഇതിന്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു. രണ്ടുപേരും പോയിട്ട് കാണാൻ സാധിച്ചില്ല. അടിക്കു പന്നി പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ. എന്നാ അതിനെ അറിയാൻ പോയപ്പോ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമഃ. നാരായണ ഗുരുദേവന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. അതില് അരുണാചലത്തിന്റെ മഹാത്മ്യം പറഞ്ഞു. അടിക്കു പന്നി പോയി, അടിക്ക് മഹാവിഷ്ണു വരാഹ രൂപത്തിൽ പോയി, മുടിക്കൊരു അന്നവും പറന്ന് മേലേക്ക് കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് പോയി. രണ്ടുപേരും അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ. അഗ്നിയാണത്രേ. ആദിയിൽ എന്തുണ്ട്? അഗ്നിമീടേ പുരോഹിതം. വേദം പോലും അഗ്നിയിൽ നിന്ന് ആരംഭം. ശ്രീരുദ്രത്തിൽ അഗ്നിർമേ വാജിസ്തൃതഃ വാഹൃദയേ ഹൃദയം മയേ അഹമമൃതേ അമൃതം ബ്രഹ്മണി. അഗ്നിശൈലം. അതിനെ അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷെ അഗ്നി എന്ത് ചെയ്യും? എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ അറിയാൻ പറ്റുമോ? അതിന് ആരംഭമുണ്ടോ അവസാനമുണ്ടോ? ആരംഭവും അവസാനവും ഇല്ലാത്തതിനെ അറിയാൻ പോയപ്പോ ഞാൻ ആരംഭവും അവസാനവും ഇല്ലാതെ ആയി. അനന്തമായി. ആ അനന്തത്തിനെയാണ് ആനന്ദം എന്ന് പറയണത്. ആഗമം ആകി നിன்று അണ്ണിപ്പാൻ താഴ്വാഴ്ക. ആഗമത്തില്, ആദ്യത്തില്, ആദിയില്, അല്ലെ? പുരാണം, സനാതനം. ഉപനിഷത്തെ ചിലയിടത്തൊക്കെ പറയണു, ഇതി ശുശ്രുമ പൂർവേഷാം. പൂർവത്തിലെ ഞാൻ കേട്ടിരിക്കണു അത്രേ. ഉപനിഷത്ത് കൊടുക്കുന്ന ഉപദേശം പോലും പൂർവത്തിൽ. ഇതാണ് സനാതനധർമ്മം. ആർച്ച സനാതനധർമ്മം എന്താന്ന് വെച്ചാ ഇതാണ്. പൂർവത്തിലെ ഞാൻ കേട്ടിരിക്കണു എന്ന് പറയണം. ആഗമമായി നിன்று അണ്ണിപ്പാൻ താഴ്വാഴ്ക. അണ്ണിപ്പ് മധുരം, ആനന്ദത്തിന്റെ മധുരം. അതിനെ അനുഭവമായതുകൊണ്ട് മധുരം എന്ന് പറഞ്ഞു. ഭഗവാൻ എന്താ? അനുഭവമാണ്. അല്ലേ? വെളിയിലുള്ളതിനൊക്കെ വിഴുങ്ങണു ഈ ആത്മാവ്. അല്ലെ? വെളിയില് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇരുന്നാൽ അതിനെ കഴിച്ച് മധുരം ആത്മാവ് അനുഭവിക്കും. വേറെ ഒരു വസ്തുവുമല്ല മധുരം അനുഭവിക്കുന്നത്. മധുരത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നത് ആത്മാവ് തന്നെയാണ്. രസം ആത്മാവിന്റെ സ്വരൂപമാണ്.
ഉപനിഷത്തെ പറയണു ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൊയ്തുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈതത്. ആരാണോ ഉള്ളിലിരുന്ന് രസത്തെ അറിയണത് അത് ആത്മാവാണ്. ഏതദ്വൈതത്, ഏതാണോ രസത്തെ അനുഭവിക്കുന്നത്, അനുഭവമേ സ്വരൂപമായിട്ടിരിക്കുന്നത്, അത് തന്നെ അത്. ഏത്? ആത്മാവ്. അത് തന്നെ ശിവം. ശിവം കേവല അനുഭവമാണ്. ശിവാനന്ദ ലഹരിയില് അസ്തോക ത്രിഭുവന ശിവാഭ്യാം. അസ്തോക ത്രിഭുവന. ത്രിഭുവനം എന്ന് പറഞ്ഞാൽ 3 ഭുവനങ്ങൾ. ഏതൊക്കെയാ 3 ഭുവനങ്ങൾ എന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. 3 ലോകങ്ങൾ. ജാഗ്രത് ഒരു ലോകം അല്ലെ. ജാഗ്രത്തിൽ എന്തൊക്കെയോ കാണും. ഈ ജാഗ്രത്തിൽ എന്തൊക്കെ നമ്മൾ കണ്ടുവച്ചിരിക്കണോ അതൊക്കെ സ്വപ്നത്തിൽ കാണും അല്ലെ. ജാഗ്രത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടോ അതിനെ നമ്മൾ സ്വപ്നത്തിൽ കാണാൻ പറ്റും അല്ലെ. ജാഗ്രത്തിന്റെ കണ്ടിന്യൂവേഷൻ ഒരു വസ്തുവില്ലാതെ ഞാൻ തന്നെ സ്വപ്നത്തിൽ കാണും. അപ്പൊ ജാഗ്രത് കണ്ടത് ഒരാള്, സ്വപ്നം കണ്ടത് വേറൊരാളാണോ? ഇല്ല, ഒരേ ആള് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ജാഗ്രത്തിൽ എന്തൊക്കെ പെറുക്കി പെറുക്കി വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ മനസ്സ് സങ്കല്പം ചെയ്തിട്ടുണ്ടോ അതിന്റെ കണ്ടിന്യൂവേഷൻ ഉള്ളില് സ്വപ്നം എന്നൊരു ലോകത്തിൽ. അത് വേറെ ആരും കണ്ടിട്ടില്ല. വേറൊരാള് കണ്ടോന്ന് ചോദിക്കാനില്ല, ഞാനേ കണ്ടുള്ളൂ അത്. ആ സ്വപ്നവും വിട്ട് അടുത്ത സ്റ്റേറ്റ് സുഷുപ്തിയിൽ പോകുമ്പോഴും ഒന്നും കാണാതിരുന്നതും ഞാൻ. എല്ലാത്തിനെയും കണ്ടത് ഞാൻ, കണ്ടതിനെയൊക്കെ എന്റെ ഉള്ളിൽ തന്നെ കണ്ടതും ഞാൻ, ഒന്നുമേ കാണാതിരുന്നതും ഞാൻ. ഇതാണ് അസ്തോക ത്രിഭുവന ശിവാഭ്യാം. 3 ഭുവനത്തിലും ഏതൊന്നാണോ സാക്ഷിയായിട്ട് നിൽക്കുന്നത്, യാ സംവിത്ത് ഉജൃംഭതേ പ്രോദാ ജഗത് സാക്ഷിണി. ജഗത്തിന് മുഴുവൻ സാക്ഷിയായിട്ടൊരു പൊരുൾ, എല്ലാത്തിനെയും കണ്ടിരുന്ന ഒരു പൊരുൾ, എല്ലാത്തിനെയും അനുഭവിച്ച ഒരു പൊരുൾ. ആ പൊരുളായിരുന്ന ഭഗവാന് ഒരു നമസ്കാരം. അനുഭവസ്വരൂപമായ ഭഗവാന് ഒരു നമസ്കാരം. ഏകൻ അനേകൻ ഇറൈവൻ അടിവാഴുക. നമ്മൾ നേരത്തെ കണ്ടു, കഥ ഇന്നലെ കേട്ടു. ഒരൊറ്റ ആൾക്ക് അടി കൊടുത്തപ്പോ എല്ലാവരും ബാധിക്കപ്പെട്ടു. എന്താന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായിരിക്കുന്നത് ആ ഭഗവാനാണ്. എല്ലാവരുടെ ഉള്ളിലും ജീവനെ നിലനിർത്തണത് ആ ചൈതന്യമാണ് നിലനിർത്തണത്. അതിന് അടി കിട്ടിയ എല്ലാം ആടിപ്പോവും. ഭഗവാൻ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഷെയ്ക്കായി. അതിനെ പിടിച്ച് ഷെയ്ക്ക് ചെയ്യാനേ സാധ്യമല്ല എന്ന്, അതിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഹന്യതേ ഹന്യമാനേ ശരീരേ. അതിനെ ഈ അനിത്യമായ വസ്തു കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നിത്യമാണ്, അജമാണ്, ശാശ്വതമാണ്, പുരാണമാണ്, പുരാതനമാണ്, സനാതനമാണ്. അത് എല്ലാവരുടെ ഉള്ളിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരിലും കേവല അനുഭവസ്വരൂപമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും അല്ലേ. വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമഃ. ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ ആ വൃക്ഷം എന്ന് പറയുന്നത് ജഡമാണ്, സ്ഥൂലമായിട്ടുള്ളതെല്ലാം ജഡമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായ ഒരു പൊരുൾ ആ വൃക്ഷത്തിനെ നിലനിർത്തുന്നു. അതുകൊണ്ട് ഭഗവാന് പല നാമം. എന്തിനാ പല നാമം? ഈ പല നാമത്തിനെയും ഒരു ചൈതന്യമാണ് കോർത്തിണക്കുന്നത്. ചിത്ശക്തി ചേതനാരൂപ ജഡശക്തിർ ജഡാത്മിക. ചിത്തിന്റെ ശക്തി കൊണ്ടാണ് ചേതന അറ്റതിനും ചേതനയായിട്ട് കാണുന്നത്. ചിത്തിന്റെ ശക്തി കൊണ്ട്, മറ്റതിന്റെ ശക്തിയേ അല്ല.
അല്ലേ? ജഡത്തിന് എന്ത് ശക്തി? ഒരു ശക്തിയുമില്ല. ജഡത്തിന് ശക്തി ഉണ്ടെങ്കിൽ മരിച്ചു വീണ ആള് തനിയെ നടന്ന് ശ്മശാനത്തിൽ പോണ്ടേ? ഇല്ല, പോയില്ല. ആരെങ്കിലൊക്കെ എടുക്കണം. ഇന്നലെ വരെ നിഷ്പ്രയാസം എത്ര കിലോ ഉണ്ടോ അത്ര കിലോ നിഷ്പ്രയാസം എടുത്തോണ്ട് നടന്നു. ഇന്നോ 4 പേര് വേണം തൂക്കാൻ. എന്താ കാരണം? ഇതിനകത്ത് ആത്മനാവിന്ദതേ വീര്യം, ഇതിനകത്ത് വീര്യമായ ഒരു പൊരുൾ പോയി. ഏതാ പൊരുൾ? ഏകൻ അനേകൻ ഇറൈവനടി വാഴ്ക. തമൈവൈകം ജാനത ആത്മാനം അന്യാവാച വിമുഞ്ചത അമൃതസ്യ യേശ സേതു. എല്ലാവരുടെ ഉള്ളിലും വർദ്ധിക്കണത് എന്താ? ആത്മാവ്, ആനന്ദം, ശിവം. സർവത്തിനെയും പ്രകാശിപ്പിക്കണത് ഏതാ? ഇത് തന്നെയാണ്. ആ പ്രകാശത്തിനകത്ത് വേറൊരു പ്രകാശവുമില്ല. ഉപനിഷത്തെ പറഞ്ഞു, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തി അനുഭാതി സർവം തസ്യ ഭാസാ സർവമിധം വിഭാതി. അതിന്റെ പ്രകാശത്തിന് സൂര്യൻ പോലും അത്ര പ്രകാശിക്കണില്ല. കാരണം വെളിയിലൊരു സൂര്യൻ, അകത്തേക്ക് ഒരു റൂമിൽ അടച്ചിരുന്ന സൂര്യന്റെ പ്രകാശവും പോയി. കണ്ണടച്ചിരുന്ന ഏതൊരു വസ്തുവാണോ പ്രകാശിതമായിരിക്കുന്നത്, ഒന്നുകൊണ്ടും ഒരു ഇന്ദ്രിയത്തിന്റെയും ബലമില്ലാതെ സ്വയം പ്രകാശിതമായിരിക്കുന്നത് ആ വസ്തു, അതെന്ത് ചെയ്യണോ? അനുഭാതി സർവം, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കണു അത്രേ. ആ പ്രകാശമാണ് സൂര്യനെ കൂടെ പ്രകാശിപ്പിക്കുന്നത്. സൂര്യൻ അതിന്റെ തൊട്ടടുത്ത് പോലും പ്രകാശിക്കണില്ല. സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ അസാവാദിത്യോ ബ്രഹ്മൈവ അഹമസ്മി. വെളിയിലെ ആദിത്യൻ പ്രതീകമാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് വാസ്തവത്തില് ആദിത്യൻ. കാക്കശ്ശേരി ഭട്ടതിരി ഹൃദയാകാശേ ചിദാദിത്യ സദാഭാസി നിരന്തരം കഥം സന്ധ്യാ ഉപാസ്മ്യഹം. വഴിയിൽ ഒരു കടൽ തീരത്തിൽ അങ്ങനെ ഇരിക്കണു. കുറെ കുട്ടികളൊക്കെ സന്ധ്യാവന്ദനം ചെയ്തു പോകുമ്പോൾ ഒരു വാദ്യാര് വന്നിട്ട് ചോദിക്കണു, ഇങ്ങനെ കയറി കുത്തിയിരിക്കാതെ സന്ധ്യാവന്ദനം ചെയ്തൂടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടുമില്ല ഉദിച്ചിട്ടുമില്ല. കഥം സന്ധ്യാ ഉപാസ്മ്യഹം. അസ്തമിച്ചിട്ടുമില്ല ഉദിച്ചിട്ടുമില്ല, സദാ പ്രകാശിച്ചിരിക്കണു. ഞാൻ പിന്നെ ഏത് സന്ധ്യാവന്ദനമാണ് ചെയ്യേണ്ടത്? ജ്ഞാനിയുടെ ലക്ഷണം അതാണ്. ആത്മാവാകുന്ന ആ ജ്യോതി തെളിഞ്ഞ മറ്റെല്ലാം പോകും. ഇപ്പൊ നമുക്ക് വെളിയിലൊക്കെ പോയാ, അല്ലേ, ഉത്സവങ്ങളിലൊക്കെ പോയാൽ രാത്രി നല്ല മിനുക്ക് ലൈറ്റ് ഇട്ടിരിക്കും. ഒരുപാട് വെളിച്ചം, പല രൂപങ്ങൾ ഭാവങ്ങളാക്കിയൊക്കെ ലൈറ്റ്, അതിനൊക്കെ കണ്ടിട്ട് നമ്മൾ കപ്പലണ്ടി ഒക്കെ കഴിച്ചുകൊണ്ട് പോയി ആഹാ നന്നായിരിക്കണം എന്ന് പറയണു, അല്ലേ? ഇതേ ലൈറ്റ് കാലത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ ഒക്കെ പ്രഭാവം പോയി. എന്താ? ആ ലൈറ്റിനേക്കാളും ഒക്കെ ഉയർന്ന ഒരു വെളിച്ചം വന്നപ്പോൾ മറ്റതൊക്കെ മങ്ങിപ്പോയി. അതുപോലെ ഈ സംസാരം, അജ്ഞാനമാകുന്ന ഇരുട്ടില് പല 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 മിന്നാമിനുങ്ങളും കാണും. അതിനെയൊക്കെ നമ്മൾ കപ്പലണ്ടി തിന്നുന്നത് പോലെ പോയി അതിനെയൊക്കെ പോയി തിന്ന് ഇരിക്കണു. എപ്പോ ആത്മാവാകുന്ന ആ ജ്യോതി തെളിഞ്ഞു വരണം, എപ്പോ ആ സൂര്യൻ ഉദിക്കണതോ ആ ടൈമില് ഈ അജ്ഞാനം മുഴുവൻ പോയി എല്ലാം വെളിച്ചമാവും. പാർത്ത ഇടമെല്ലാം പരവെളിയായി തോன்ற ഓർ വാർத்தை சொல்ல வந்த மனுவே പരാപരമേ. ഇപ്പൊ ഏകൻ അനേകൻ, അല്ലെ? ഏകനിലും അനേകനിലും എന്തുണ്ട്? എല്ലാവരിലും ഒരു വസ്തുവാണുള്ളത്, ഒരേ ഒരു അനുഭവമാണുള്ളത്. ജാഗ്രത എല്ലാവരും വ്യത്യാസമുണ്ട്, സ്വപ്നം പലർക്കും വ്യത്യാസമുണ്ട്. പക്ഷെ സുഷുപ്തിയിലെ അനുഭവം എല്ലാവർക്കും കോമൺ ആണ്. കാരണം അത് ശുദ്ധ ബ്രഹ്മമാണ്.
അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു സുഷുപ്തിയേക സിദ്ധസ്തതേകോ വശിഷ്ഠ ശിവക്കേവലോ. സുഷുപ്തിയിൽ എന്ത് സിദ്ധമാണോ ആ മംഗളമായ വസ്തുവാണ് ഞാൻ. എന്താണ് സിദ്ധം? യേശ സർവേശഃ, യേശ സർവജ്ഞഃ, യേശോന്തര്യാമിഃ, യേശ സർവേശഃ. സർവ ഈശ്വരനും ഈശ്വരൻ. കാരണം സുഷുപ്തിയിൽ നമ്മള് ഒരു കൽപ്പിക്കണ ഒരു രൂപം, ഒരു ഈശ്വരനൊന്നും ഇല്ല അവിടെ. അപ്പൊ ആ ഈശ്വരനെയും കാണണ ഒരു ഈശ്വരൻ സുഷുപ്തിയിലിരിക്കുന്നു. യേശ സർവജ്ഞഃ. എത്ര വലിയ അറിവ് നമ്മൾ നേടിയാലും ആ അറിവൊന്നും സുഷുപ്തിയിലില്ല. അതുകൊണ്ട് എല്ലാ അറിവിനെയും അറിഞ്ഞവൻ അവിടെ ഇരിക്കണു. അവനാണ് സർവജ്ഞഃ. യേശ അന്തര്യാമിഹി. അവൻ ആരാ? അന്തര്യാമിയായിരിക്കുന്നു. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഭഗവാൻ ഏകനിലും അനേകനിലും അല്ലെ, ഏകനാണ്, അനേകനിലും വർത്തിക്കുന്നു. ഈശാവാസ്യം ഇതം സർവം. എല്ലാത്തിലും ആ ഈശ്വരന്റെ കയ്യൊപ്പുണ്ട്. എല്ലാം ഒരേ ഒരു വസ്തുവിലാണ് നിലകൊണ്ടിരിക്കുന്നത്. ആ വസ്തുവാണ് സാക്ഷാത് പരമേശ്വരൻ. ആ ഭഗവാന് ഒരു നമസ്കാരം. ആ ഭഗവാൻ വാഴുക, അതായത് ബ്രഹ്മം വാഴുക, അധ്യാത്മം വാഴുക. അങ്ങനെ ഈ 5 പാട്ടിന്റെ അർത്ഥം നമഃശിവായ ആകുന്ന ആ സാധന, ആ സാധനയിലൂടെ നമ്മൾ പോയ, പഞ്ചാക്ഷരമാകുന്ന സാധനയിലൂടെ നമ്മൾ കടന്നു പോയ നാഥനാകുന്ന ഒരു സിദ്ധം കിട്ടും. അത് സിദ്ധമായ അതിനെ ശ്രദ്ധയാകുന്ന വേലി വെച്ച് ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ അടക്കി അതിൻ്റെ അനുഭൂതി രസത്തെ അറിഞ്ഞ് ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴുക. ഒരു നൊടി പോലും എൻ്റെ ഉള്ളിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ശ്രദ്ധാപൂർവം കാത്തുരക്ഷിച്ച്, അതിന് ആരുടെ ബലം വേണം? കോകഴിയാണ്ട കുറുമണിതൻ താഴ്വാഴുക. അതിന് ഗുരുവിന്റെ ബലം വേണം, സദ്ഗുരുവിന്റെ അനുഗ്രഹം വേണം. കുற்றമുற்று അറുത്തനെ ഗുണമായി പണിത്താൽ ഗുരു ഉരുവായി ഒളിര അരുണാചല. ഗുരുവിന്റെ ആ ജ്യോതിസ് വേണം, ഒളി വേണം. ആ ഗുരു ആരാ? ആഗമമായി നിன்ற അണ്ണിപ്പാൻ താഴ്വാഴ. ഈശ്വര ഗുരുഹു ആത്മേതി. ആഗമം ആരംഭമില്ലാത്ത പൊരുളാണത്, പണ്ടേ ഉള്ള പൊരുൾ. അതിന്റെ സ്വരൂപം എന്താ? ആനന്ദസ്വരൂപം, മധുരസ്വരൂപം, മോദസ്വരൂപം, മധുരസ്വഭാവം. ആനന്ദമാണ് ബ്രഹ്മം. ആനന്ദ ആത്മാ. ആ ആനന്ദ സ്വരൂപൻ എല്ലാവരുടെ ഉള്ളിലും ഹൃദയഗുഹയിൽ ഇരിക്കണു അത്രേ. ഹൃദയേ ശിവസ്തിഷ്ഠതി. ന്യാസത്തില്, ഹൃദയത്തില് ഭഗവാൻ ഇരിക്കണു. ഒരു ശ്രീരുദ്രത്തിന്റെ ന്യാസത്തില് ഹൃദയേ ശിവസ്തിഷ്ഠതി. തുടർന്ന് നമുക്ക് കാണാം.